ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാൻ വിചാരിക്കാതെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതാണ്. ഇന്ന് എൻ്റെ മകൻക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് മോഡൽ എക്സാം. അതിന് രാവിലെ 9:30 എക്സാം സെൻറ്ററിൽ എത്തണം. അങ്ങനെ ആദ്യം ഹസ്ബൻഡ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡിന് തിരക്കിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെന്തായി, ഞാൻ തന്നെ പുറപ്പെട്ടു. അങ്ങനെ ഞാനും മോനും ബസ്സിൽ സ്കൂളിൽ പോയി. അവിടെ സ്കൂളിൽ എക്സാം ഹാളിലെല്ലാം ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വരുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആഫ്റ്റർ മാരേജ് ബസ്സിലെല്ലാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബസ്സിൽ കയറി ഇത് നമുക്ക് വഴിയൊന്നും അറിയുന്നുണ്ടായിട്ടാ, എവിടെ ബസ് സ്റ്റോപ്പ് അതെല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ബസ്സിൽ പോയി. ബസ് നോക്കുമ്പോൾ ബസ്സിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ബസ് വിട്ടു. പിന്നെ നമ്മളെ പുതിയ റോഡിൻ്റെ അടുത്തെല്ലാം കൂടി പോയിട്ട് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ ബസ് ഒരു മിനിറ്റേ ബസ് നിന്നുള്ളൂ, പിന്നെ വിട്ടു. ഇതാണ് ശോഭിക വെഡ്ഡിങ്സ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ആകെ 2 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ബസ്സെല്ലാം ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ട് പോയി. ഏകദേശം 2 മിനിറ്റോളം നടക്കാനുണ്ട്. അങ്ങനെ ഞാൻ 9:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 10:30 മണിയാകുമ്പോൾ വീട്ടിലെത്തി. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ നോമ്പിൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 12 മണിയാകുമ്പോൾ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. ഇത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. എൻ്റെ മകളെ പൂച്ച കടിച്ചിരുന്നു. അതിൻ്റെ വാക്സിൻ്റെ ലാസ്റ്റ് ഡോസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിലെത്തി, കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇതിൽ ആദ്യം OP ടിക്കറ്റ് എടുക്കണം, പിന്നെ ഡോക്ടറെ കാണിക്കണം, പിന്നെ ഇഞ്ചക്ഷൻ റൂമിൽ പോകണം. ഫസ്റ്റ് ഞങ്ങൾക്ക് ഈ പ്രൊസീജിയറൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ലാസ്റ്റ് അല്ലേ, ഇത് 4ാമത്തെ വരവാണ്. അങ്ങനെ എല്ലാം ശരിക്കും മനസ്സിലായി. പിന്നെ ഇഞ്ചക്ഷൻ റൂമിൽ പോയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തു. അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു റൂമിൽ പോയി. അപ്പോൾ അവിടെ ഉണ്ടായി സിസ്റ്റർ. അതിൻ്റെ ഇടയിൽ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുണ്ടെടുത്തൊരു ഇച്ചുണ്ടല്ലോ, ഇയാളും സിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവർ എൻ്റെ അടുത്ത് 2 കുട്ടികൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരോട് എന്തെല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നമ്മുടെ രാഷ്ട്രമേത്, രാഷ്ട്രഭാഷ ഏത്, രാഷ്ട്രപതി ആര്, അങ്ങനെ കുറേ GK ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ വാക്സിനെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വന്നു. എൻ്റെ മോൾക്ക് എടുത്ത് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഫസ്റ്റ് വാക്സിൻ്റെ ഡോസ് എടുക്കാൻ വന്നപ്പോൾ ഇവിടുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചിരുന്നു. അങ്ങനെ ഇത് ലാസ്റ്റ് അല്ലേ, എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇടത്തേക്ക് വന്നു കുറച്ച് ഫ്രൈഡ് റൈസ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ ക്യാൻറ്റീനെല്ലാം പുറത്തിറങ്ങി. നല്ല വൃത്തിയുള്ള പരിസരമായിരുന്നു ഹോസ്പിറ്റലിൻ്റെത്. പരിസരവും ചുറ്റുപാടും നല്ല വൃത്തിയുണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും നേഴ്സാണെങ്കിലും എല്ലാവർക്കും നല്ല സ്വഭാവം. ആരും റൂഡായിട്ടൊന്നും നമ്മളോട് പെരുമാറിയിട്ടില്ല ഈ 4 പ്രാവശ്യം പോയതിൽ വെച്ച്. അങ്ങനെ ഹോസ്പിറ്റലിനോട് തെറ്റാ ബൈ എല്ലാം പറഞ്ഞിട്ട് ഇനി ഹോസ്പിറ്റലിലേക്കൊന്നും വരാനെത്തിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഇത് 4 കോഴ്സാണ്. 4 കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം ജാനുവരി 24 ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ വെച്ചത്. പിന്നെ വണ്ടിയിലെല്ലാം കയറിയിട്ട് അപ്പോഴേക്കും മോൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായി. അവനെയും വിളിച്ചുകൊണ്ട് വന്ന് ഓനെ എക്സാമിൻ്റെ വിശേഷമെല്ലാം പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഈസി എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് നേരെ സപ്ലൈകോയിലേക്ക് വിട്ടു. കുറച്ച് അരിയെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങ് കീഴ്ത്ത അരിയാണ് കുറച്ചും കൂടി പെട്ടെന്ന് വേവുന്നത്. പിന്നെ സപ്ലൈകോൻ്റെ തൊട്ടടുത്ത് തന്നെ ATM മെഷീൻ ഉണ്ട്. നമുക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇവിടുന്ന് പൈസ എടുത്തിട്ട് സാധനം വാങ്ങാം. പിന്നെ നേരെ വിട്ടു മീൻ മാർക്കറ്റിലേക്ക്. എൻ്റെ ഹസ്ബൻഡിന് കാസർഗോഡ് വന്നാൽ ഈ മീൻ മാർക്കറ്റിലേക്ക് പോയിട്ട് ചുറ്റൊന്ന് കറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. മീൻ വാങ്ങുന്നില്ലെങ്കിലും താഴേന്ന് മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളെല്ലാം ചുറ്റി കറങ്ങിയിട്ട് പുറത്ത് വരും. ഇത് CD മീൻ. അതിൻ്റെ ഇടയിൽ ഇവിടെ പോയ മീൻ ലേലം വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മീനൊന്നും അത്ര ഫ്രഷ് അല്ല, എല്ലാത്തിനും കണ്ണ് കാണാനൊരു വൃത്തിയില്ല. പിന്നെ ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ട് ലേസിക്ക് മത്തി വാങ്ങിച്ചു. പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ട് വന്നു. കുറേ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഫ്രഷ് അല്ല. പിന്നെ നേരെ പോയി ഉണക്ക മീൻ വാങ്ങിക്കാൻ. ഇനി നോമ്പെല്ലാം വരുന്നല്ലേ. കുട്ടികളും കുറേ നാളായി പറയുന്നു ഉണക്ക് വേണമെന്ന്. ഞാൻ ഉണക്ക് സ്രാവാണ് വാങ്ങിക്കാറുള്ളത്. സ്രാവും പിന്നെ അരിച്ച മീനും. അങ്ങനെ സ്രാവ് നല്ല മെലിഞ്ഞ സ്രാവും വാങ്ങിച്ചു. പിന്നെ ഉമ്മാക്ക് വെത്തല, ചപ്പ് ഇത്ര വാങ്ങിക്കണം. അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല അച്ചാറുണ്ടായിരുന്നു. അവർ അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ തന്നു. പിന്നെ
ആദ്യം ടേസ്റ്റ് ചെയ്ത അച്ചാർ നന്നായിരുന്നു, ഇച്ചിരി മധുരം കൂടിയുണ്ട്. അതും വാങ്ങിച്ചു. പിന്നെ ഒരു അച്ചാർ വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരാളിവിടെ മത്തിയല്ല അയില വേണമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളടുത്ത് തന്നെ പറ്റിക്കൊണ്ട് നിന്നിട്ടുണ്ടായി. ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. പിന്നെ കാടമുട്ട വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ ഇവർ കടലാസിലേക്ക് ഇതുപോലത്തെ ഒരു വള്ളിയാണ് ചുറ്റുന്നത്. അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ച് നടന്നു വടീൻ്റെ അടുത്തേക്ക്. ഇത്ര ലൈറ്റാകുമ്പോൾ സമയം ഏകദേശം 2:30 മണിയെല്ലാം ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് കഴിഞ്ഞതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് മോനിക്കും പാഴ്സൽ വാങ്ങിച്ചിരുന്നു. പിന്നെ ഹസ്ബൻഡിന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നേരെ ആയുർവേദ മരുന്ന് വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് എത്തി. അവിടുന്ന് കരിഞ്ചീരകെല്ലാം വാങ്ങിച്ചു. പിന്നെ ഇവിടെ നല്ല തേനുണ്ടായിരുന്നു വലിയ വലിയ കുപ്പിയിൽ. പിന്നെ ആടുന്നും നേരെ വിട്ടു. അതിൻ്റെ ഇടയിൽ ഇപ്പം നോമ്പിൻ്റെ തിരക്കാണല്ലോ, നോമ്പിൻ്റെ മുമ്പത്തെ ദിവസമാണ്. അപ്പോൾ ഗ്രോസറി കടയിലെല്ലാം ഇത് നോമ്പിൻ്റെ കിറ്റ് ഉണ്ടാക്കുന്ന ഭയങ്കര തിരക്കാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നു. കരിമ്പ് ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിലേക്ക് ലെമൺ ആഡ് ചെയ്യാത്ത കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് കിട്ടി. പിന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പൊറോട്ടയും വാങ്ങിച്ചിരുന്നു വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ വിട്ടു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിന് വയറ്റേക്ക് ചെറിയ സുഖമില്ലാത്തതുകൊണ്ട് പൊറോട്ട വേണ്ട, എനിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞി വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പൊരിക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് റമദാനിൻ്റെ മുമ്പ് നമ്മൾ ലാസ്റ്റ് പോകുന്ന വീഡിയോ ആണ്. ഇനി നോമ്പിനാണ് നമ്മൾ കാസർഗോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.